അല്ല ശീതളൻ സാറേ, ഓ മണ്ടോദരി മാഡം വന്ന് പറഞ്ഞിട്ട് പോയത് എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അല്ലേ? ആ, പൊതുജനങ്ങളെ പരമാവധി വെറുപ്പിക്കാതെ നോക്കുക. പറഞ്ഞതിന്റെ ചുരുക്കത്രേ ഉള്ളൂ, മര്യാദയ്ക്ക് വന്ന എല്ലാവരും ജോലി ചെയ്യുക. അതെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ സാർ. അതൊക്കെ അയ്യോ ആരാ പറയുന്നത്? വർക്ക് ചെയ്യ്. അല്ല സാറേ, ഇത് വില്ലേജ് ഓഫീസ് തന്നെ? അതേ, വില്ലേജ് ഓഫീസാണ്. അല്ല സാർമാരെന്താ പുറത്തിരിക്കുന്നത്? അകത്ത് ഭയങ്കര ചൂടാ. അതല്ലേ, കറണ്ട് ഇല്ല, 2 ദിവസമായി കറണ്ട് പോയി. ഇരിക്കോട്ട്. അയ്യോ വേണ്ട സാർ. എന്താ പേര്? സുഗതൻ. അത് ശരി, നല്ല പേര്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുമ്മട്ടിങ്ങ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും? വേണ്ട. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 2 പേര്, അവര് പഠിക്കുന്നു. എന്തിനാ പഠിക്കണേ അവരൊക്കെ? എന്തിനാ പഠിക്കുന്ന അവരൊക്കെ? അങ്ങനെ ഒരാള് 9ാം ക്ലാസ്സിലും ഒരാള് 10ാം ക്ലാസ് കഴിഞ്ഞു. എന്താ കാര്യം? അല്ല, ആരാ ഈ സത്യശീലൻ സാറ്? സത്യശീലൻ സാർ ഞാനാണ്. അതെ. എന്താണ്? അല്ല സാറേ, എൻ്റെ പെമ്പർന്നത്തി പറഞ്ഞേ സാറ് വീട്ടിൽ വന്ന് എന്നെ അന്വേഷിച്ചു, ഉടനെ ഇവിടെ വരണം, അല്ലെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കുന്നൊക്കെ. സാറ്, നമ്മുടെ ഫിഷറി സ്കൂളില്ലേ, അതിന്റെ പിറകുവശത്തൊരു തോടുണ്ടല്ലോ, അതിന്ന് ഞാൻ മണ്ണ് വാരിയിരുന്നു. എൻ്റെ ശത്രുക്കൾ ആരൊക്കെ സാറിന് വന്ന് എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സാറ് നടപടി എടുക്കാൻ. കറക്റ്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതെന്താണെന്നറിയോ സുഗത, ഇതിപ്പോ മണ്ണ് ഇപ്പൊ ഇടയ്ക്ക് വാരുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇല്ല. അതിപ്പോ ഈ നാട്ടുകാരത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വില്ലേജ് ഓഫീസിലേക്ക് പരാതിയൊക്കെ പറയുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നു. അത് എന്നോട് ഇഷ്ടമില്ലാത്ത ചിലര് ചെയ്തതാണ് അത്. അപ്പൊ അത് ഞങ്ങൾ കേസാക്കാനൊന്നും പോകുന്നില്ല. ഇല്ല, അതൊന്ന് നേരിട്ട് വിളിച്ച് പറയാലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്. ഞാനാകെ പേടിച്ചു പോയി സാറേ. നമുക്ക് നാട്ടുകാർ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? എന്ത് കുഴപ്പം? എന്നാ പിന്നെ ഞാൻ ആ ബാക്കിയുള്ള മണ്ണും കൂടി എടുത്തോട്ടെ. പിന്നെന്താ? അല്ല, അത് പറ്റില്ല കേട്ടോ. ബാക്കിയുള്ള മണ്ണും കൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കൂലേ, പിന്നെ അത് കേസൊക്കെ ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങൾ നമ്മളെ കൈവിട്ടു പോകും. അങ്ങനെയാണെങ്കിൽ ഈ എടുത്ത മണ്ണ് ഞാൻ വീണ്ടും തോട്ട് കൊണ്ടേടാ, പ്രശ്നമില്ല. അതും പ്രശ്ന. കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ തോട് നികത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മണ്ണ് കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ കേസാവും. പിന്നെ ഈ മണ്ണ് എവിടുന്ന് എടുത്തു എന്നുള്ളത് വേറെ കേസാണ്. ഇതൊന്നും നിൽക്കണ്ട, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എടുത്തത് എടുത്തു, ഇനി ഒന്നും ചെയ്യണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. അവിടെ കിടന്നോട്ടെ, ആ മണ്ണ് അവിടെ കിടന്നോട്ടെ. ശരി സാർ, സന്തോഷമായി. എന്താല്ലേ? പിന്നെ ഇനി എന്തെങ്കിലും പോക്ക് വരവോ കരം തീരുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വെച്ചോണം കേട്ടാ. ഇവിടെ വന്ന് മന്മഥനെ കാണാൻ പറഞ്ഞാൽ മതി, എല്ലാം നടക്കും. എന്താലേ, ഭരണം മാറിയില്ല അപ്പോഴേക്കും. എന്നാ പിന്നെ ശരി, ഓക്കെ. ശരി, വൈഫിനോടൊക്കെ പറയൂ കേട്ടോ. എന്ത്? വൈഫിനോടേ കേസൊന്നും ഉണ്ടാവില്ല, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ശരി. ശീതള സാറേ, ഇങ്ങനെ പോരെ മതി.